പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. ടോപ്പ് ഹെഡ്സ്. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. SFI, KSU, MSF പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ട്. SFI പ്രവർത്തകർ ബാലറ്റുകൾ തട്ടിപ്പറിച്ചെന്ന MSFും KSUവും. തടയാനെത്തിയ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും. സർവകലാശാലയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. തൃശൂർ പാലിയേക്കരയിൽ ചുങ്കപ്പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി. 4 ആഴ്ച ചുങ്കം പിരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ്. നടപടി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത്. കുരുക്ക് പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി പരാജയപ്പെട്ടുവെന്ന് കോടതി. പ്രശ്നപരിഹാരത്തിന് 1 ആഴ്ച കൂടി ആവശ്യപ്പെട്ട് അതോറിറ്റി. തൃശൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണു. തകർന്നത് കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ്. ദുരന്തം ഒഴിവായത് അപകടം പുലർച്ചെയായതിനാൽ. സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി BJP കോൺഗ്രസ് പ്രവർത്തകർ. ഉത്തരാഖണ്ഡ് ധരാലിയിലെ മിന്നൽ പ്രളയത്തിന് കാരണം ഹിമാനിയോ ഹിമതടാകമോ തകർന്നതാണെന്ന് റിപ്പോർട്ട്. പ്രളയമുണ്ടായ സമയത്ത് ഉത്തരകാശിയിൽ ലഭിച്ചത് പരിമിതമായ മഴ മാത്രമെന്ന വിദഗ്ധർ. പ്രളയത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. കാണാതായവരിൽ മുംബൈയിൽ നിന്ന് ഹരിദ്വാറിലേക്ക് പോയ 28 അംഗ മലയാളി സംഘവും. ധരാലി സന്ദർശിച്ച് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. റെഡ് അലർട്ടുകൾ പിൻവലിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോട് വടകരയിലും തിരുവനന്തപുരം തുമ്പയിലും തോണിമറിഞ്ഞ് 2 പേരെ കാണാതായി. KPCC DCC പുനഃസംഘടനയിൽ ഡൽഹി കേരള ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി കൊടിക്കുന്നിൽ സുരേഷ് MP. SC/ST വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. 7 ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ മാറ്റാൻ സാധ്യത. KPCC ഭാരവാഹികളുടെ എണ്ണം കൂട്ടും. ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചുമൂടുന്നത് കണ്ടുവെന്ന് പ്രദേശവാസികൾ. മൃതദേഹങ്ങൾ കണ്ടെത്താൻ SITയെ സഹായിക്കാമെന്നും നാട്ടുകാർ. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളുടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം പുറത്ത്. മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് പൂർണ്ണ മനുഷ്യ അസ്ഥികൂടവും തലയോട്ടിയും. കൂടുതൽ പേരുടെ അസ്ഥികൾ ഉണ്ടെന്നും കണ്ടെത്തൽ. വാർത്തകൾ വിശദമായി. ഉത്തരാഖണ്ഡിൽ